പിന്നെ വർത്താനം പറഞ്ഞൊക്കെ എന്താ അറിവില്ല പോയേച്ചി. സിംഗപ്പൂരിൽ ജനിച്ചു വളർന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അമ്മച്ചി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചറെ വെക്കണമെന്ന് പറഞ്ഞ് പൈലിച്ചാൻ എന്തൊരു കളിയാക്കായിരുന്നു. എന്റെ പിള്ളേരെ ആ കൊച്ചിത്തിരി കാറ്റും ഉള്ളട്ടെ. ഓ, ഈ അമ്മച്ചിക്ക് പുത്ത മരുമകൾ വന്നപ്പോ ഞങ്ങള് മക്കളെ ഒന്നും വേണ്ട. അതേടി, എനിക്കിനി നിന്റെ ഒന്നും ഓരോ ഓശാരവും വേണ്ട. മോള് വാ. സണ്ണിച്ച പെമ്പിളയും കൊണ്ട് സിംഗപ്പൂര് പോകുമ്പോ അമ്മച്ചി എന്നെ എടുക്കുന്ന അറിയാലോ. സിംഗപ്പൂരിലല്ല, ഈ വീടിന്റെ പടി കടത്തി ഞാൻ എന്റെ മോളെ എങ്ങും വിടത്തില്ല. അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ. വാ മോളെ. അമ്മച്ചി ഞാൻ ഇറങ്ങാ. കൊച്ചിനിന്ന എന്റെ വക പണ്ടെന്റെ കല്യാണത്തിനായിട്ട് ചാച്ച വാങ്ങിച്ചു തന്നതാ. മിന്നെ ഞാനൊരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു. മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു. സണ്ണിച്ചായം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് കൊടുക്കാൻ. മിന്നുമാലയുടെ കൂടെ ഇതും കിടന്നോട്ടെ, ചാച്ചന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. സണ്ണിച്ചായ, നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചനെ കുഴിമാടത്തിൽ പ്രാർത്ഥിക്കണം. സണ്ണിച്ചായന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുട്ടി. കർത്താവ് എല്ലാം നന്നായി വരുത്തും. ഞാൻ വരട്ടെ. കുറച്ച് കൂടിപ്പോയി അല്ലേ അച്ഛാ? വേണ്ടി വന്നു. ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് അലി ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങും. അറ്റംപ്റ്റ് മർഡർ എന്നുള്ളതിന്റെ തെളിവ് നശിപ്പിക്കാൻ അവന്റെ ചൈനക്കാരൻ ബോസ് പണം ഒഴുക്കും. എനിക്കറിയാം അച്ഛാ, അവൻ വരും, അവൻ വരും. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ അവൻ അലറി വിളിച്ചു പറഞ്ഞു, എന്റെ സർവനാശം കാണാൻ അവനും കാത്തിരിക്കുന്നു. ഒന്നുമില്ല, സണ്ണിച്ചൻ ടെൻഷൻ ആവരുത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് അയ്യര് വിളിച്ചാലും ഉടനെ ഇപ്പൊ സണ്ണിച്ചൻ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നിങ്ങൾ വൈകിക്കണ്ട, ഫ്ലൈറ്റിന് ടൈമായി. കാര്യം ഇനി ആരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല.